ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്ററായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ട്. ഒബ്സർവ് ദ പിക്ചർ. എന്താണ്? ജലഗതാഗതമാണ് അല്ലേ, വെള്ളത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടാണ്. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കിയേ, കണ്ടോ? ഒരുപാട് ചിത്രമില്ലേ വാട്ടർ ട്രാൻസ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട്. ഫോർ വാട്ട് പർപ്പസ് ഡു ഹ്യൂമൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? എന്താണ്, ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യനെ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്, ഈ വാട്ടർ ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത്? ട്രാവലിന്, പിന്നെ ഗുഡ്സ് കൊണ്ടുപോകാൻ അല്ലേ, പിന്നെന്താണ് വള്ളം കളിക്ക് കണ്ടില്ലേ, പിന്നെന്താണ് കയാക്കിങ്, പിന്നെ എന്താണ് എൻ്റർടൈനിങ് അല്ലേ, പിന്നെ ഫിഷിങ്, അതായത് ഫിഷിങ്ങിന് അല്ലേ, അതൊക്കെ അല്ലേ. വാട്ട് കുഡ് ഹാവ് ബീൻ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ഹ്യൂമൻസ് ടു ഡിസ്കവർ ദ മോഡ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ഈ വാട്ടർ ട്രാൻസ്പോർട്ട് മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഹ്യൂമൻസ് and animals were not able to cross water bodies might have led to the concept of water transport. മനുഷ്യർക്കും മൃഗങ്ങൾക്കും എന്താണ്, ഈ ജലാശയങ്ങൾ മുറിച്ച് കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം അല്ലേ ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചിട്ടുണ്ടാകും അല്ലേ. Situation in which humans and animals were not able to cross water bodies might have led to concept of water transport. Humans who used raft and logs made canoes by hollowing out the pith of logs by burning them. Later, the invention of appropriate tools made canoe make easy. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, എന്താണ്, ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ എന്താണ്, മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് എന്ത് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നെ ഗ്രാജുവലി വേരിയസ് types of boats and the sailing ships were built. This further improved water transport. അപ്പം ആദ്യകാലത്ത് അല്ലേ തോണി നിർമ്മിച്ച എങ്ങനെയായിരിക്കും അല്ലേ, പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ എന്താണ്, തോണി നിർമ്മാണം എളുപ്പമാക്കി അല്ലേ. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ച് ഇത് എന്താണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ടിനെ കൂടുതൽ മെച്ചപ്പെടുത്തി അല്ലേ. എന്താ അവിടെ പറയുന്ന മക്കളെ, ഒന്നുകൂടി നോക്കിയേ, ഈ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ ഈ എന്താണ് പുഴയും കടലും ഒക്കെ മുറിച്ച് കിടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന ആശയത്തിൽ എത്തിച്ചിട്ടുണ്ടാവുക അല്ലേ. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്ന മനുഷ്യർ എന്താക്കി, പിന്നെ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ടിട്ട് കരിച്ച് അവിടെ പൊള്ളയാക്കിയിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് എന്താണ് ആദ്യകാലത്ത് അങ്ങനെ ആയിരിക്കും തോണികൾ നിർമ്മിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നീട് എന്താണ് ഈ പണിയായുധങ്ങളുടെ കണ്ടെത്തൽ, പിന്നെ കുറേ ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും എന്ത് ഈ തോണി നിർമ്മാണം എളുപ്പമാക്കിയിട്ടുണ്ടാവും അല്ലേ. ക്രമേണ പലതരത്തിലുള്ള ഈ ബോട്ടും അതുപോലെ സെയിലിംഗ് ഷിപ്സൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഈ പല ടൈപ്പുള്ള ബോട്ടുകളും സെയിലിംഗ് ഷിപ്സും ഒക്കെ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത് അല്ലേ. ദിസ് ഫർദർ ഇംപ്രൂവ്ഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇതെന്താക്കി ഈ വാട്ടർ ട്രാൻസ്പോർട്ടിനെ കൂടുതൽ എന്താണ് ഇംപ്രൂവ് ചെയ്ത് അല്ലേ. വിച്ച് ആർ ദ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യു ഹാവ് ട്രാവൽഡ് ഓൺ? നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഈ വാട്ടർ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഏതെല്ലാമാണ്? മേക്ക് മോഡൽസ് ഓഫ് വേരിയസ് വാട്ടർ ട്രാൻസ്പോർട്ട്. നിങ്ങൾ സഞ്ചരിച്ചൊക്കെ എഴുതുക കേട്ടോ, ഷിപ്പ് ഉണ്ടെങ്കിൽ ബോട്ട് ഉണ്ടെങ്കിലൊക്കെ ഇത് കേട്ടോ. മേക്ക് മോഡൽസ് ഓഫ് വേരിയസ് വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യൂസിങ് അവൈലബിൾ എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദം ഇൻ ദ ക്ലാസ്. നിങ്ങൾക്ക് പരിചിതമായ ഈ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് എന്താക്കുക, വിവിധ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് വാഹന മാതൃകകൾ നിർമ്മിച്ചുണ്ടാക്കുക നിങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മെസൊപ്പൊട്ടേമിയൻ പീപ്പിൾ യൂസ്ഡ് വാട്ടർ ക്രാഫ്റ്റ് സച്ച് ആസ് ഷിപ്സ് ഫോർ ട്രേഡ്. ദേ ബിൽഡ് ബോട്ട്സ് ഓഫ് വേരിയസ് സൈസസ് ദാറ്റ് വെർ propelled by oars and the long poles. These were used for goods transport and navigation. എന്താ അവിടെ പറയുന്നത് നോക്കിയാൽ, മെസൊപ്പൊട്ടേമിയൻ ജനത എന്താണ് വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. മെസൊപ്പൊട്ടേമിയൻ ജനത അല്ലേ വ്യാപാര രംഗത്ത് ഈ കപ്പലുകൾ പോലെയുള്ള ഇങ്ങനത്തെ വലിയ ഈ എന്താണ് ഓൾസ് ഉപയോഗിച്ചിരുന്നു അല്ലേ. തുഴകളാലും നീളം കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനും എന്താണ് ഈ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് നാവിഗേഷൻ ഇത് ഉപയോഗിച്ചില്ല അവർ. ദേ ബിൽഡ് ബോട്ട്സ് ആൻഡ് വേരിയസ് സൈസസ്, പല ഷേപ്പിലും വല്ല നീളൻ കമ്പുകളാലും
തുഴകളാലും എന്താണ് മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുന്ന വിവിധ വലുപ്പത്തിലുള്ള എന്താണ് ഈ ജലയാനങ്ങൾ അവരെന്താക്കി നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും സഞ്ചരിക്കാനും ഒക്കെ എന്താണ് ഇത് അവരുപയോഗിച്ചു. പിന്നെ എന്താണ് റെമനൻസ് ഓഫ് ഡോക്യാർഡ്സ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് ലോഥൽ ഇൻ ഗുജറാത്ത്. കണ്ട് ഷിപ്പ് ബിൽഡിംഗ് സെന്റർ ലോഥൽ അല്ലേ. അപ്പോൾ എന്താണ് എ സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ ഇൻസിഗ്നിയ ഓഫ് ബോട്ട് വെർ ട്രേസ്ഡ് ഓൺ seals excavated from Lothal and Mesopotamian seals found at Harappa. From this it is evident that water transport existed then. എന്താണ് പറയുന്നത്? ഈ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ ഡോക്യാർഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടാമിയൻ മുദ്രകളിലൊക്കെ എന്താണ് ബോട്ടിന്റെ രൂപങ്ങൾ എന്താണ് പതിച്ചിട്ടുണ്ട് അല്ലെ. ഇത് അക്കാലത്ത് എന്താണ് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവാണ് അല്ലെ. അപ്പൊ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത് ഈ ഗുജറാത്തിൽ എന്താണ് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ ഡോക്യാർഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ലോഥലിൽ നിന്ന് കണ്ടെത്തിയ, ലോഥൽ എന്ന് പറഞ്ഞ പ്ലേസ് ആണല്ലേ, അവിടുന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടാമിയൻ മുദ്രകളിലും എന്താണ് ഈ ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട് അല്ലെ. അത് അക്കാലത്ത് എന്താണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് നടത്തിയിട്ടുള്ളതിന്റെ ഒരു എവിഡൻസ് ആണ്, തെളിവാണ് അല്ലെ. വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. എന്താണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് എന്താണ് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുക. എന്താണ് ഒന്ന് ഇൻലാൻഡ് ആൻഡ് മാരിടൈം. ബിഫോർ ദ അഡ്വെന്റ് ഓഫ് റെയിൽവേസ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വേർ there were plenty of rivers and backyards. Later canals were constructed for this purpose. എന്താണ് പറയുന്നത്? ഈ വാട്ടർ ട്രാൻസ്പോർട്ടിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഒന്നെന്താണ് ഇൻലാൻഡും ഒന്ന് മേരി ടൈമുമാണ് അല്ലെ. റെയിൽവേയുടെ കടന്നു വരവിനായിട്ട് എന്താണ് റെയിൽവേയുടെ കടന്നു വരുന്നതിന് മുമ്പ് എന്താണ് ഈ റെയിൽവേ വന്നല്ല, അതിന്റെ മുന്നാണ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നത് എന്ത് ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെ. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് എന്ത് ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെ. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് എന്ത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി എന്തായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു അല്ലെ. പിൽക്കാലത്ത് ഇതിനായിട്ട് എന്താക്കി കനാൽസ് കൺസ്ട്രക്ട് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടായി തരംതിരിച്ചിരിക്കുന്നുണ്ട്, മേരി ടൈമും ഇൻലാൻഡും ആയിട്ട് അല്ലേ. ഈ റെയിൽവേ വരുന്നതിന് മുന്നേ ആണ് എന്ത് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു എന്ത് ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് എന്ത് ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് പുരോഗതി പ്രാപിച്ചത് അല്ലേ. പിന്നെ ഇതിനായിട്ട് എന്തായിട്ട് പിൽക്കാലത്ത് എന്തായി ഇത് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു അല്ലെ. ഇതിനായിട്ട് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. ഇൻലാൻഡ് വാട്ടർ വേസ് ഓഫ് കേരള. കേരളത്തിലെ ഇൻലാൻഡ് വാട്ടർ വേസ് അല്ലേ. നോക്കാം. നാഷണൽ വാട്ടർ വേസ് നമ്പർ 3 ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം ആൻഡ് കൊണ്ടോളി കനാൽ from Kozhikode to Kodungallur are the two important inland waterways in Kerala. Until the railway system got strengthened, good transport was mainly dependent on these waterways. Nowadays, inland waterways attract considerable number of tourists. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ വാട്ടർവേസ് നമ്പർ നാഷണൽ വാട്ടർവേസ് നമ്പർ 3 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂരിൽ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടുകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നത് വരെ എന്താണ് ഈ ഗുഡ്സൊക്കെ ചരക്ക് നീക്കത്തിന് പ്രധാനമായും ഈ വാട്ടർവേസുകളാണ് ഇത് ആശ്രയിച്ചിരുന്നത് അല്ലേ. ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികൾ എന്താണ് ആകർഷിക്കുന്നുണ്ട് അല്ലേ. അപ്പം കോഴിക്കോടുള്ള കൊനോലി കനാൽ വരെയും കോട്ടപ്പുറം മുതൽ അല്ലേ കൊല്ലം ടു കോട്ടപ്പുറവും കനോലി കനാൽ മുതൽ കോഴിക്കോട് വരെയും കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ അല്ലേ. അപ്പം എന്താ ഇവിടെ പറയുന്നത്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് എന്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പറയുമ്പോൾ ഇതാ ഒന്ന് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ നാഷണൽ വാട്ടർവേ നമ്പർ 3. പിന്നെ ഏതാ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് എന്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ഇൻലാൻഡ് വാട്ടർവേസ് കേട്ടോ.
പിന്നെ എന്താക്കിയത് ഇതിപ്പോൾ എന്താണ് ഈ വിനോദസഞ്ചാരികളൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് നമ്പർ ഓഫ് ടൂറിസ്റ്റ് വരുന്നുണ്ട് അവിടെ അല്ലേ. യൂറോപ്യൻസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ഇംപ്രൂവ് ട്രേഡ് വിത്ത് ഇന്ത്യ. ഏർലിയർ യൂറോപ്യൻസ് ബിൽഡ് കനാൽസ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് കോൾ ടു സിറ്റീസ്. ഗ്രാജുവലി സച്ച് കനാൽസ് ബിഗാൻ ടു ബി യൂസ്ഡ് മെയിൻലി ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട്. കനോലി കനാൽ, പാർവതി പുതനാർ എക്സെട്ര are some of the canals built in Kerala. Alappuzha, known as the Venice of the East, has many canals. എന്താ ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യൻ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി അല്ലെ. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് എന്താ യൂറോപ്യർ ആദ്യ കാലങ്ങളിൽ ഈ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ എന്താണ് ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണെന്ത് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന വെന്നീസ് ഓഫ് ദ ഈസ്റ്റ് അല്ലെ, വെന്നീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട് അല്ലെ. കനോലി കനാൽ നോക്കിയ HV കണ്ണോളി, ദ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് മലബാർ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ പ്രൊപ്പോസ്ഡ് എ ബ്രോഡ് വാട്ടർ വേ ഫ്രം കോഴിക്കോട് to കൊടുങ്ങല്ലൂർ in 1845. Later canals were built connecting the rivers up to Kodungalur, including Ponnani and Chavakkad regions. This waterway thereafter was known as the കനോലി കനാൽ. എന്താണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടർ ആയിരുന്ന HV കനോലി ആയിരുന്നു അല്ലെ. കനോലി എന്ന് പറഞ്ഞ കളക്ടർ ആയിരുന്നു അല്ലെ. 1845 എന്താണ് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ഒരു ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്താക്കി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് പിന്നെന്ത് കനോലി കനാൽ എന്നറിയപ്പെട്ടത് അല്ലെ. കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാം ഈ കനോലി കനാൽ അല്ലെ. ഇനി പാർവതി പുത്തനാർ അല്ലെ. പാർവതി പുത്തനാർ എന്താണ് പാർവതി പുത്തനാർ ഇസ് എ കനാൽ കണക്റ്റിംഗ് വേലി എന്താണ് വേളി കഠിനംകുളം ബാക്ക് വാട്ടേഴ്സ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കാലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണെന്ത് പാർവതി പുത്തനാർ എന്ന് പറയുന്നത് കേട്ടോ. ഇൻ ദ പാസ്റ്റ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ഗുഡ്സ് transport were mostly dependent on maritime transport. The invention of sailing ships navigated with the help of wind has improved maritime transport. That marked an increase the number of voyages to other countries. With the invention of steam engines, steam-powered sailing ships were built and sea voyages became safer. Later, fuel-powered ഷിപ്സ് കെയിം ഇൻ ടു ബീയിങ്. എന്താണ് പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ ഈ രാജ്യാന്തര യാത്രകൾക്കൊക്കെ ഇന്റർനാഷണൽ ട്രാവലിലൊക്കെ എന്താണ് ചരക്ക് നീക്കത്തിനും ഈ യാത്രകൾക്കും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് എന്താണ് ഈ സീ അല്ലെ. അതായത് പിന്നെ എന്താ മേരി ടൈം ട്രാൻസ്പോർട്ട് ആയിരുന്നു അല്ലെ. മേരി ടൈം ട്രാൻസ്പോർട്ട് ആയിരുന്നത് മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്ര രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തേക്ക് പോകാനും രാജ്യത്തുനിന്ന് വേറെ സ്ഥലത്ത് രാജ്യത്തുനിന്ന് ചരക്ക് കൊണ്ടുപോകാനൊക്കെ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് എന്താ മേരി ടൈം ട്രാൻസ്പോർട്ട് ആയിരുന്നു അല്ലെ. കാറ്റിന്റെ ദിശ ശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളെ കണ്ടുപിടുത്തം എന്താക്കി സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി അല്ലെ. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ എന്താണ് വർദ്ധിച്ചു. ആവിയന്ത്രത്തിന്റെ കണ്ടെത്തലോടെ എന്താണ് ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തത്തോടെ ഈ എന്താണ് ഈ സ്റ്റീമിന്റെ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു അല്ലെ. പിന്നീട് എന്താക്കി ഫ്യൂവൽസ് ഉപയോഗിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു അല്ലെ. ലേറ്റർ ഫ്യൂവൽ പവേർഡ് ഷിപ്സ് കെയിം ഇൻ ടു ബീയിങ്. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഈ ചരക്ക് നീക്കാനും യാത്രകൾക്കൊക്കെ ഈ മാരിടൈമാണ് ഉപയോഗിച്ചത്. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ടാണ് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം ഈ സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി അല്ലേ. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ എന്താക്കി വർദ്ധിച്ചു. ഈ സ്റ്റീം എൻജിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി എന്താക്കി ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ അല്ലേ. സ്റ്റീം എൻജിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഈ സ്റ്റീം പവർ ഉണ്ടല്ലോ, സ്റ്റീം പവർ എന്താക്കി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും അതുപോലെ കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് എന്താക്കി ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾ എന്താക്കി നിർമ്മിക്കപ്പെട്ടു അല്ലേ. ലേറ്റർ ഫ്യൂൽ പവർ ഷിപ്സ് കെയിം ഇൻ ടു ബി അല്ലേ. അതാണ് എന്ത് സെയിൽ ഷിപ്പ്, പായ്ക്കപ്പൽ എന്ന് പറയുന്നത് അത് ഷിപ്പ് അല്ലേ, കപ്പൽ. Maritime transport is possible through coastal waterways and international waterways. Coastal waterways transport goods and passengers between ports
located on the coast of the country, but goods and passengers are transported between ports of other countries through international waterways. Imports and exports take place mainly through this waterway. എന്താണ് പറയുന്നത്? ഈ സമുദ്രജലാഗതം മെരിടൈം ട്രാൻസ്പോർട്ട് സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. അല്ലേ? ഇറ്റ്സ് പോസിബിൾ ത്രൂ കോസ്റ്റൽ വാട്ടർവേസിലും ഇന്റർനാഷണൽ വാട്ടർവേസിലൂടെയാണ് ഇത് പോസിബിൾ ആവുന്നത്. എന്ത്? മെരിടൈം ട്രാൻസ്പോർട്ട്. അല്ലേ? രാജ്യത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പോർട്ടുകളുണ്ടല്ലോ, തുറമുഖങ്ങൾ, അതിൻ്റെ ഇടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് എന്താണ്? ഈ ഏത് വഴിയാണ്? കോസ്റ്റൽ വാട്ടർവേസ് വഴിയാണ്. അല്ലേ? തീരദേശ ജലപാതകൾ വഴിയാണ്. അല്ലേ? എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ ഈ തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും എന്താണ്? അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലേ? ഇന്റർനാഷണൽ വാട്ടർവേസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഈ എക്സ്പോർട്ടേഷനും ഇമ്പോർട്ടും. അല്ലേ? ഇമ്പോർട്ട് പറഞ്ഞാൽ എന്താ? ഇറക്കുമതി. എക്സ്പോർട്ട് പറഞ്ഞാൽ കയറ്റുമതി പ്രധാനമായി നടക്കുന്നത്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? അപ്പോൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മേന്മകൾ റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. അല്ലേ? താരതമ്യേന ചെലവ് കുറഞ്ഞാണ്. എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ, മലിനീകരണം കുറവാണ്. അല്ലേ? പിന്നെ നോക്കൂ, എ പോർട്ട് ഹാർബർ. അല്ലെ? ഹാർബർ എന്നും പറയും, പോർട്ട് എന്നും പറയും. എ പ്ലേസ് വെർ എ ഷിപ്പ് ഡോക്സ് ഓൺ ദ സീഷോർ വിച്ച് ആർ ദ മേജർ പോർട്ട്സ് ഇൻ കേരള. ഫൈൻഡ് ദം ഔട്ട് by observing the transport map at the end of the chapter. എന്താണ്? സമുദ്രതീരത്ത് കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം എന്ന് പറയുന്നത്. അല്ലെ? ഹാർബർ എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് പാഠത്തിന്റെ അവസാന ഭാഗത്ത് നൽകിയ ചിത്രത്തിൽ നോക്കിയിട്ട് നമ്മൾ ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എവിടെയൊക്കെയാണ്? ഇതാ വിഴിഞ്ഞം ഹാർബർ ഇവിടെ. അല്ലെ? ഒന്ന്. പിന്നെ ഇതാ കൊച്ചി ഹാർബർ. പിന്നെ ഏതാ ഉള്ളത്? അതിനല്ലേ. പിന്നെ നേരത്തെ റെയിൽവേ ഇല്ലാത്തത് ചോദിച്ചിരുന്നില്ല. എവിടെയാണ്? ഇതാ ഇവിടെ വയനാട്ടിലില്ല. ഇതാ ചിത്രത്തിൽ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. ദെൻ പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ദ മീൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ മേന്മകൾ, അഡ്വാൻറ്റേജസ് സൂചിപ്പിക്കുന്ന ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മീൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ചാർട്ട് തയ്യാറാക്കുക. ദെൻ എയർ ട്രാൻസ്പോർട്ട്. ഇനി എന്താണ് എയർ ട്രാൻസ്പോർട്ട്? അല്ലേ? എന്താ നോക്കാം. നമുക്ക് ആകാശത്തിലൂടെയുള്ള യാത്രയാണ്. അല്ലേ? Jacques Montgolfier was the owner of a paper factory in France. Jackie's wife lit a fire under the hung wet clothes to dry them quickly. He was surprised to see the clothes that laid out to dry were flying up in the sky. The sight made Jacques think a lot. He had no rest for the next few days. Together with his brother Joseph Montgolfier, Jacques made a giant balloon. The hot air-filled balloon rose up in the air, surprising them. After that, they placed a basket in the lower part of the balloon, and the chickens and ducks from his house were made to fly. Then Jacques and Joseph flew over the city of Paris in the balloon vehicle for half an hour. കണ്ടോ? ഈ എയർ ട്രാൻസ്പോർട്ട് എങ്ങനെ ഇത് വന്നതെന്നൊക്കെ എങ്ങനെയാണ്? 10 ദിവസം കൊണ്ടുണ്ടായതാണ് ഈ എയറോപ്ലെയിൻ. ഇതൊക്കെ അല്ല. അല്ലേ? നോക്കിയേ, ഈ ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നത് ജാക്സ് മോൺഗോൾഫിയർ എന്ന് പറഞ്ഞാൽ. അല്ലേ? നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു എന്ത്? ജാക്സിന്റെ ഭാര്യ. ഉണങ്ങാൻ ഇട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിന് അതിശയമുളവാക്കി. ആ കാഴ്ച എന്താക്കി? ജാക്കോസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് എന്താണ്? വിശ്രമം ഉണ്ടായിരുന്നില്ല. അല്ലേ? തന്റെ സഹോദരനായ ജോസഫ് മോൺട്ഗോൾഫിയറുമായി ചേർന്ന് ജാക്സ് എന്താക്കി? ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. അല്ലേ? ചൂടുവായി നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് ഒരു കുട്ട വെച്ച് പിടിപ്പിച്ചല്ലേ? ഒരു കൊട്ട വെച്ചില്ലേ? അവരുടെ സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ എന്താക്കി? യാത്രക്കാരാക്കിയില്ലേ? തുടർന്ന് എന്താക്കി? ജാക്സും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ 1/2 മണിക്കൂർ പറന്നു. ഹോപ്പ് യു റീഡ് ദ നോട്ട്. എന്താണ്? കുറിപ്പ് വായിച്ചല്ലോ അല്ലേ? This incident of 1783 marked the beginning of aviation. Balloons filled with hot air were first used by humans for aerial travel. Later, airships were built by filling large balloons with gases of low density. Then parachutes were invented to help descend at a lower speed, but none of this could be conveniently controlled and used by humans. അപ്പോൾ എന്താണ്? 1783 ഉണ്ടായ ഒരു സംഭവമാണ് പിന്നീട് എന്താണ്? ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്.
1783 ഈ സംഭവമാണ് എന്ത് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത് അല്ലെ, ഏവിയേഷന് തുടക്കമിട്ടത് അല്ലെ. ചൂടുവായി നിറച്ച ബലൂണുകളാണ് എന്ത് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം എന്താണ് ഈ ഡെൻസിറ്റി കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു അല്ലെ. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരാച്യൂട്ടുകൾ കണ്ടുപിടിച്ച് എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല അല്ലെ. അതൊന്നും എന്താണ് അവർക്ക് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല, കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അല്ലെ. An aeroplane which can be said to be first type of today's airplane was built by American brothers Orville Wright and Wilbur Wright Wright brothers എന്ന് പറയും. The name of the plane they built was Flyer 1. Flyer 1 took off on December 17, 1903 from North Carolina, USA. നോക്കൂ ഇതാണ് അല്ലേ റൈറ്റ് ബ്രദേഴ്സ് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, ഈ എയറോപ്ലെയിൻ കണ്ടുപിടിച്ചവരെന്നൊക്കെ അല്ലേ. ഓർവില്യർ റൈറ്റും വിൽബർ റൈറ്റും ആണ് അല്ലേ. ഫ്ലെയർ 1 ആണ് ഇതില്ലേ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഇവിടെ ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ച ആരാണ്, അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ആണ് അല്ലെ. എന്നീ സഹോദരന്മാരാണ് അല്ലെ, റൈറ്റ് ബ്രദേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഇത് ഫ്ലയർ 1 പറന്നുയർന്നത് അല്ലെ. അപ്പോൾ ഈ റൈറ്റ് ബ്രദേഴ്സ് ആണ് ഇന്നത്തെ കാണുന്ന മോഡലിലുള്ള എയറോപ്ലെയിനിലുള്ള ഒരു തുടക്കം കുറിച്ചത് അല്ലെ, വിമാനം നിർമ്മിച്ചത്. ഇൻ ഡ്യൂ course, humans were able to build helicopters, jet planes, passengers planes and supersonic aircraft. Air travel is a very useful mode of travel for long distance within and outside the country. It is also the fastest mode of transport at present. The air transport systems is also widely used for military purpose. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരുന്നത്, ഈ കാലക്രമേണ ഈ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചില്ലേ. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണെന്ത് ഈ എയർ ട്രാവൽ എന്ന് പറയുന്നത് അല്ലേ. എയർ ട്രാവൽ ഈസ് എ വെരി യൂസ്ഫുൾ മോഡ് ഓഫ് ട്രാവൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി അല്ലേ. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് എന്ത് ഈ എയർ ട്രാവൽ എന്ന് പറയുന്നത് അല്ലേ. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ് അല്ലേ. ഏറ്റവും വേഗതയേറിയ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഏതന്നെയാണ്, ഈ എയർ ട്രാവൽ തന്നെയാണ് അല്ലേ, എയർ ട്രാൻസ്പോർട്ടാണ് അല്ലേ. സൈനിക ആവശ്യങ്ങൾക്കായി അല്ലേ, അതായത് മിലിറ്ററി പർപ്പസിനായിട്ട് ഈ എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. മിലിറ്ററി പർപ്പസ് ദ എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ഓൾസോ വൈഡ്ലി യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസ്. മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഇത് വൈഡ്ലി ആയിട്ട് എന്താക്കുന്നുണ്ട്, ഈ എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എയർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ, ഇനി ഇന്ത്യയിൽ അല്ലേ, ഇന്ത്യയിലെ air transport. Air transport in India started with the dawn of the 20th century. In 1911, a plane carrying letters took off from Allahabad to Naini, which is only 10 km away, marked the beginning of air transport in India. In 1912, the first international flight to and from India was operated from London to Karachi and from there to Delhi. India's first commercial airline, Tata Airlines, operated its first service from Karachi to Mumbai. In 1932, India's first airport was established at Juhu, Mumbai. Today, India has become one of the countries with the most extensive air transport network in the world. ഇപ്പോൾ എന്താണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ എന്താണ് ഈ എയർ ട്രാൻസ്പോർട്ട് ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ളൊരു വിമാനം പറന്നുയർന്നതോടെ ആയിരുന്നത് ഇന്ത്യയിൽ ഈ എയർ ട്രാൻസ്പോർട്ടിന് തുടക്കം കുറിച്ചത് അല്ലേ. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. എന്താണ് പറയുന്നത്, 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും കറാച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ
ജൂഹുവിലാണ് അല്ലേ. ഫസ്റ്റ് ഇന്ത്യൻ എയർപോർട്ട് എവിടെയാണ്? ജൂഹു അല്ലേ. ഫസ്റ്റ് എയർപോർട്ട് വാസ് എസ്റ്റാബ്ലിഷ് അറ്റ് ജൂഹു, മുംബൈയിൽ അല്ലേ. ലോകത്തിലെ ഏറ്റവും വിപുലമായ ഈ ഇന്ത്യസ് ബിക്കം വൺ ഓഫ് ദ കൺട്രീസ് ദറ്റ് മോസ്റ്റ് എക്സ്റ്റൻസീവ് എയർ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡിൽ. വ്യോമ ഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുകയാണ് അല്ലേ. ഒബ്സർവ് ദ ട്രാൻസ്പോർട്ട് മാപ്പ് ഓഫ് കേരള അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ and write the names of district where the International Airport of Kerala are located. ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പേജ് 131 കേരളത്തിൻ്റെ ഗതാഗത മാപ്പ് ഉണ്ട് അല്ലേ. അത് നിരീക്ഷിച്ച് കേരളത്തിലെ ഈ ഇന്റർനാഷണൽ വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്. ഈ എയർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ്, മേന്മകൾ എന്താണ്? ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. ഏറ്റവും വേഗതയേറിയ എന്താണ്? ട്രാൻസ്പോർട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണല്ലേ ഇത്. കണക്ട് കൺട്രീസ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് മേക്സ് ദ എർത്ത് എ ഗ്ലോബൽ വില്ലേജ്. വിവിധ കോണ്ടിനെൻറ്റ്സിലുള്ള രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കി മാറ്റുകയും ചെയ്യുന്നു അല്ലേ, മാക്കുകയും ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസ് അല്ലേ. നാഷണൽ ഡിഫൻസ്, ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. ദെൻ എയർ പൊല്യൂഷൻ. സ്കൂൾ ആൻഡ് കോളേജസ് ക്ലോസ്ഡ് ഇൻ ഡൽഹി. ഇനി എന്താ നോക്കിയേ? എയർ പൊല്യൂഷൻ അല്ലേ, വായു മലിനീകരണം. ഡൽഹിയിൽ സ്കൂളുകളും കോളേജിലും അടച്ചിട്ടു അല്ലേ. എന്താ? ന്യൂ ഡൽഹി. ആസ് എയർ പൊല്യൂഷൻ കണ്ടിന്യൂസ് ടു വേഴ്സൺ, schools and colleges in Delhi will remain closed until further notice. The ban on construction activities has also been extended. The government has advised employees to avoid private vehicles and use public transport system. ന്യൂഡൽഹി. വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ എന്താണ്? ഡൽഹിയിലെ സ്കൂളുകളും കോളേജുകളും ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടച്ചിടും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉള്ള നിരോധനവും നീട്ടി. ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. Haven't you noticed this news? Why have the employees been advised to avoid private vehicles and use public transport system? എന്തുകൊണ്ടായിരിക്കും ഈ വാർത്ത ശ്രദ്ധിച്ചല്ലോ അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ജീവനക്കാർ ഈ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒഴിവാക്കിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കാൻ നിർദ്ദേശമുണ്ടായത് എന്തുകൊണ്ടാണ്? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോരുത്തരും വന്നാൽ ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആകുമ്പോൾ എന്താണ്? ബസ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലേ. അപ്പോൾ ബസ്സിൽ കുറേ ആൾക്കാർക്ക് വരാമല്ലോ. ഇതിപ്പോൾ ഒരു 30 ആൾക്കാർ ബസ് കയറുന്നതിന് 30 വണ്ടി പോകുന്നതോ അല്ലെങ്കിൽ ഒറ്റ ബസ് പോകുന്നതോ നല്ലത്. അപ്പോൾ പൊല്യൂഷൻ കുറയാൻ ഒറ്റ ബസ് പോകുന്നതാണ് അല്ലേ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എയർ പൊല്യൂഷൻ ഒഴിവാക്കാൻ അല്ലേ. ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നിരീക്ഷിക്കൂ. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്? വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ കോൺസിക്വൻസസ് ആണ്, പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? നമുക്ക് കണ്ടോ? ട്രാഫിക് പൊല്യൂഷൻ എല്ലാം വരും അല്ലേ. ഇൻക്രീസ്ഡ് ട്രാഫിക് കോൺജഷൻ അല്ലേ, വർദ്ധിച്ച ഗതാഗത കുരുക്ക്, എയർ പൊല്യൂഷൻ അല്ലേ, വായു മലിനീകരണം, നോയ്സ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ അല്ലേ, ശബ്ദ മലിനീകരണം, ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഹൈ ട്രാഫിക് ആക്സിഡൻസ് അല്ലേ, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ, ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ് റെഡ്യൂസസ് സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ബൈസൈക്ലിസ്റ്റ് അല്ലേ. പരിമിതമായ പാർക്കിംഗ് സൗകര്യം, പിന്നെ പെഡസ്ട്രിയൻസിലെ കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുകയാണ് അല്ലേ ഈ വാഹനങ്ങൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് ഓൺ ദ നീഡ് ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ. Communication is a transfer of information from one place or one person to another place or person. Since ancient times, humans have developed different means of communication according to their needs. How do we communicate? എന്താണ് കമ്മ്യൂണിക്കേറ്റ്? ആശയവിനിമയം അല്ലേ. ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സംസാരിക്കുന്നത് അല്ലേ, ഞാൻ ഇപ്പം വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാണ് അല്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ് നമ്മൾ അല്ലേ. അപ്പോൾ ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്ന് വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ വ്യത്യസ്തങ്ങളായ
ഈ ആശയവിനിമയ ഉപാധികൾ എന്താണ് രൂപപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. പണ്ട് മുതലേ ഉണ്ട് അല്ലേ. മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ എന്താണ് രൂപപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? ത്രൂ കോൺവെർസേഷൻ അല്ലേ, സംഭാഷണത്തിലൂടെ, ത്രൂ റൈറ്റിംഗ് എഴുത്തിലൂടെ, ത്രൂ ഓവർ ദ ഫോണിലൂടെ അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അല്ലേ. ഹൗ കുഡ് വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ടു അനദർ അറ്റ് എ ടൈം വെൻ were no languages, symbols or writings. ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ആശയം എങ്ങനെയായിരിക്കും ഒരാൾ മറ്റൊരാളുമായി കൈമാറിയിരുന്നത്? ത്രൂ ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങളിലൂടെ അല്ലേ. ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടൊക്കെ ആയിരുന്നത്. അന്നൊക്കെ ലാംഗ്വേജ് ഇല്ല, ഈ സിമ്പിൾസോ റൈറ്റിങ്ങോ ലാംഗ്വേജോ ഒന്നും ഇല്ലാതെ ആൾക്കാർ ഇത് കൈമാറിയിരുന്നത് അല്ലേ. എന്തൊരു ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ലെറ്റേഴ്സും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഭാഷയായിരിക്കില്ല വേറെ ആൾക്കാർ പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഭാഷകൾ പഠിച്ചാലേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അന്ന് ഇപ്പോൾ നമ്മളെ അടുത്തുള്ള ആൾക്കാർക്ക് ആ ഭാഷ അറിയുന്നില്ലെങ്കിൽ, നമ്മളെ ഭാഷ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ആംഗ്യങ്ങളിലൂടെയും പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചൊക്കെ ഇരുന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് അല്ലേ. ആക്ട് ഔട്ട് എ മൈം അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ വേരിയസ് സിറ്റുവേഷൻസ്, ഹണ്ടിങ്, ഫിഷിംഗ്, ട്രേഡിംഗ്, ട്രാവൽ അറ്റ് എ ടൈം വെൻ ദർ വാസ് നോ ലാംഗ്വേജസ്, സിമ്പിൾസ് ഓർ റൈറ്റിംഗ്. എന്താണ് ഭാഷയും ചിഹ്നങ്ങളും എഴുത്തുവിദ്യയും ഇല്ലാതിരുന്ന കാലത്തെ വിവിധ സന്ദർഭങ്ങളിലെ അതായത് വേട്ടയാടൽ, മീൻപിടുത്തം, കച്ചവടം, യാത്ര, ആശയവിനിമയം മൂകാഭിനയത്തിലൂടെ എന്താണ് മൈമിങ്ങിലൂടെ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Early humans express their ideas through body and facial movements and sounds. ആദിമ മനുഷ്യർ, ഏർലി മനുഷ്യൻസ് എന്താണ് എന്താണ് ഫേഷ്യൽ മൂവ്മെന്റ്സിലൂടെയും അല്ലെ, മുഖചലനങ്ങളിലൂടെയും പിന്നെന്താണ് സൗണ്ടിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ എന്താണ് പ്രകടിപ്പിച്ചിരുന്നത് അല്ലെ. ലേറ്റർ ദ യൂസ്ഡ് ഫയർ ആൻഡ് സ്മോക്ക് ആസ് സൈൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ടു ദോസ് ആൻഡ് ഡിസ്റ്റന്റ് പ്ലേസസ്. Historians opine that humans started using symbols about 13,000 years ago. എന്താ ഇവിടെ പറയുന്നത് നോക്കിയ മക്കളെ, എന്താണ് പണ്ടുള്ള മനുഷ്യരെന്താണ് ശരീര മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയൊക്കെയാണ് ഈ ആശയങ്ങൾ എന്താണ് ഐഡിയാസ് ഒക്കെ പ്രകടിപ്പിച്ചിരുന്നത് അല്ലേ. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരുമായി എന്താക്കി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചില്ലേ. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് ചരിത്രക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട് അല്ലേ. പെയിന്റിങ്സ് ഓൺ ദ വാൾസ് ഓഫ് കേവ്സ് ഇൻ ഏൻഷ്യന്റ് ടൈംസ് ആർ എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിംഗ് ദാറ്റ് എറ. സിംബൽസ് ആൻഡ് പിക്ചേഴ്സ് വെർ യൂസ്ഡ് ടു എക്സ്പ്രസ് ഐഡിയാസ്. ലേറ്റർ ദേ ഡെവലപ്ഡ് സ്ക്രിപ്റ്റ്സ് ആൻഡ് റൈറ്റിംഗ്സ് അല്ലേ. എന്താണ് പ്രാചീന ഏൻഷ്യന്റ് ടൈമിലുള്ള കാലത്ത് എന്താണ് ഗുഹകളുടെ ഭിത്തികളിൽ അല്ലേ, കേവ്സിലൊക്കെ എന്താണ് ഈ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ് അല്ലേ. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയ പ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ എന്താക്കി ഈ സിംബൽസ്, സ്ക്രിപ്റ്റ്സും റൈറ്റിംഗ്സും അല്ലെ ലിപികൾക്ക് എഴുത്തുവിദ്യക്കൊക്കെ രൂപം നൽകി. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻസ് ഡെവലപ്ഡ് റൈറ്റിംഗ് അബൌട്ട് 5,000 years ago. The Sumerians were the first to develop writing. This script became known as a cuneiform. These were written on clay tablets. Likewise, hieroglyphics is another script formulated in Egypt. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ അഭ്യസിച്ചത് അല്ലേ. എന്താണ് സുമേറിയൻസ് വർ ദ ഫസ്റ്റ് ടു ഡെവലപ്പ് റൈറ്റിംഗ്. എഴുത്തുവിദ്യ ആരാണ്? സുമേറിയക്കാരാണ് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് അല്ലേ. ഇത് ക്യൂണിഫോം എന്ന് പറഞ്ഞ ലിപി അറിയപ്പെട്ട് ഇതെന്താണ് കളിമൺ ഫലങ്ങളിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. റിട്ടൺ ഇൻ ക്ലേ ടാബ്ലറ്റ്സിൽ. ഈ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഹൈറോഗ്ലിഫിക്സ് ഈസ് അനദർ സ്ക്രിപ്റ്റ് ഫോർമുലേറ്റഡ് ഇൻ ഈജിപ്ത്. ഈജിപ്തിലുള്ള രൂപം കൊണ്ടതാണിത് അല്ലേ. നോക്കൂ, യൂണിഫോം സ്ക്രിപ്റ്റ് ആണിത്. ഇത് ഹൈറോഗ്ലിഫ് സ്ക്രിപ്റ്റ് കേട്ടോ. ഗിവൺ ബിലോ ആർ സ്ക്രിപ്റ്റ്സ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് എറാസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ്. എന്താണ് പറയുന്നത്? വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് അല്ലേ. ഇമേജ് സർഫസ് യൂസ് ടു റൈറ്റ് സ്റ്റോണിലല്ലേ. എന്താണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ഏതാണ്? സ്റ്റോൺ അല്ലേ. റൈറ്റിംഗ് ഡിവൈസ് എഴുതാൻ ഉപയോഗിച്ച ഉപകരണം എന്താണ്?
പെന്നിന് പകരമായിട്ട് ഉപയോഗിച്ചത് എന്താണ്? ഷാർപ്പ് സ്റ്റോൺ അല്ലേ, കൂർത്ത കല്ലിനോണ്ടാണ് എഴുതിയത് അല്ലേ. നെക്സ്റ്റ് ഇതെന്താണ്? കോപ്പർ പ്ലേറ്റിലാണ് ഇത് ഉപയോഗിച്ചത് അല്ലേ, ചെമ്പ് തകിടില്. എന്താണ് എഴുതാൻ ഉപയോഗിച്ച ഉപകരണം? മെറ്റൽ സ്റ്റേലസ് അല്ലേ, ലോഹ എഴുത്താണി എന്ന് പറയും. ഇതോ പാം ലീവ്സ് അല്ലേ, താളിയോലയാണ് അല്ലേ ഉപയോഗിച്ചത്. സ്റ്റൈലസ് ആൻഡ് നാരായം അല്ലേ, എഴുത്താണിയും പിന്നെന്താ ഒരു നാരായം എന്ന് പറയുന്ന സംഭവമാണ് എന്ത്? റൈറ്റിംഗ് ഡിവൈസ്, എഴുതാൻ ഉപയോഗിച്ചത് അല്ലേ, പെന്നിന് പകരം ഉപയോഗിച്ചതാണ്. വാട്ട് ആർ ദ മീൻസ് യൂസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് നൗ ഡേയ്സ്? ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഒരുപാടുണ്ട് അല്ലേ. In the early days, horses, dogs and birds were used to carry news and messages from one place to another. കണ്ടില്ലേ, എന്താണ് ബാഹുബലിയിലൊക്കെ ഉണ്ട് അല്ലേ. എന്താണ് അന്നത്തെ കാലത്തൊക്കെ എന്താണ് വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാൻ എന്താണ് കുതിരകളെയും നായകളെയും പക്ഷികളെയുമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് അല്ലേ. Image depicted here is one of the means of communication used by kings in ancient time to convey news and messages to public. With the invention of a printing press, the transmission of news and messages became easier. എന്താണ് പറയുന്നത്? ഈ വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് എന്ത് ഈ ചിത്രത്തിൽ കാണുന്നത്. കണ്ടോ, അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും എന്താ കൈമാറുന്നതിന് എളുപ്പത്തിലായി അല്ലേ. റോയൽ പ്രൊക്ലമേഷൻ അല്ലേ, എന്താ രാജ്യ വിളംബരം ചിത്രീകരണമാണ് അല്ലേ. പ്രിന്റിംഗ് ടെക്നോളജി വാസ് ഇൻവെന്റഡ് ബൈ ദ ചൈനീസ് ഇൻ ദ ഏർലി ഡേയ്സ്. പ്രിന്റിംഗ് പ്രസ്സസ് were operated using wooden blocks. Later, Gutenberg, a German, invented the iron printing press. With the advent of printing, ideas and news began to spread quickly. എന്താണ് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ് അല്ലേ. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചില്ലേ. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയില്ലേ. എന്താണ് ഈ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി എന്താണ് അച്ചടി എന്ന് പറയുന്നത് എന്താണ്? ഇൻവെന്റഡ് പ്രിന്റിംഗ് പ്രസ് അല്ലേ. അതിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി എന്താണ് ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി അല്ലേ. ഇതൊക്കെ ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് അത് അല്ലേ. അതാണ് ഗുട്ടൻബർഗ് ഇയാള് അല്ലേ. എന്താണ് സംക്ഷേപ വേദാർത്ഥം അല്ലേ. ദ ഫസ്റ്റ് ബുക്ക് പ്രിന്റഡ് എൻറ്റയർലി ഇൻ മലയാളം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ഇത് അല്ലേ. The arrival of the postal system made communication faster. തപാൽ സംവിധാനത്തെ പോസ്റ്റൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം എന്താക്കി? വേഗത്തിലാക്കി അല്ലേ. പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ദ പോസ്റ്റൽ സിസ്റ്റം became widely used to convey ideas, messages and news. Advances in science and technology have paved the way for giant leaps in communication. The invention of the internet and related system has brought revolutionary changes in the field of communication. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് എന്തായി? ആശയവിനിമയം വേഗത്തിലാക്കി അല്ലേ. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം എന്താ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് എന്തായി? വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു അല്ലേ. പ്രിപ്പയർ എ വീഡിയോ ഷോയിങ് ദ ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ഈ പ്രിപ്പയർ എ വീഡിയോ ഷോയിങ് ദ ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചർ. വീഡിയോ ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആശയവിനിമയ രംഗത്തെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്ര വീഡിയോ ടീച്ചറുടെ സഹായത്തോടെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുക, ആശയവിനിമയ രീതികളാണ് കേട്ടോ. ന്യൂസ് ആൻഡ് മെസ്സേജസ് ആർ എക്സ്ചേഞ്ച്ഡ് മെയിൻലി ഇൻ 2 ways അല്ലേ. ഈ ന്യൂസും മെസ്സേജും ഒക്കെ കൈമാറ്റം ചെയ്യുന്നത് മുഖ്യമായി എന്താണ്? 2 ways, 2 രീതിയിലാണ് അല്ലേ. ഏതൊക്കെയാണ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. വ്യക്തിഗത ആശയവിനിമയവും അതുപോലെ എന്താണ് ബഹുജന ആശയവിനിമയമാണ് അല്ലേ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് നോക്കാം നമുക്ക്. എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? ഇസ് എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദ സെയിം ആർ കോൾഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിനാണ് എന്ത് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് തൻ്റെ ആശയങ്ങളോ സന്ദേശങ്ങളോ എന്താണ് വേറൊരാൾക്ക്
ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് എന്ത് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ടൂൾ യൂസ്ഡ് ഫോർ ദ സെയിം ആർ കോൾഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് അല്ലേ. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് എന്ത് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് അല്ലേ. ദെൻ ഇന്റർപേഴ്സണൽ ടൂൾസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്തൊക്കെയാണ്? ഇൻലാൻഡ്, പിന്നെന്താണ് ടെലഗ്രാഫ്, ടെലഫോൺ, പിന്നെ ഇതൊക്കെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആട്ടോ. ഫാക്സ് മെഷീൻ, ഇതെല്ലാവർക്കും കിട്ടുമോ? നമ്മളിപ്പോൾ ഒരാൾക്ക് അയക്കണമെങ്കിൽ അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ അല്ലേ. പിന്നെ ഇന്റർനെറ്റ്, പിന്നെ ഇമെയിൽ, മൊബൈൽ ഫോൺ, ഇതൊക്കെയാണ് എന്ത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കിട്ടുന്നത് അല്ലേ, ലോകം മൊത്തം അല്ലേ. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഡെലിവറി ഓഫ് മെസ്സേജ് ഓർ ഐഡിയ ടു എ ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് അല്ലേ. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ത് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് എന്ത് യൂസ്ഡ് ഫോർ മാസ് മീഡിയ അല്ലേ, ആർ ദ മീഡിയ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് അല്ലേ. ഓക്കെ. ദെൻ മാസ് മീഡിയ ടൂൾസ് എന്തൊക്കെയാന്ന് നോക്കിയാൽ ന്യൂസ് പേപ്പർ, റേഡിയോ, അതൊരാൾക്ക് മാത്രമാണ് കിട്ടുന്നത് അല്ലല്ലേ, ഒരുപാട് ജനങ്ങൾക്ക് എത്തുന്നുണ്ട് അല്ലേ. റേഡിയോ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും സെമിനാർ, പബ്ലിക് മീറ്റിംഗ്, സ്ട്രീറ്റ് പ്ലേ, അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. ഇത് ഒരാൾക്ക് മാത്രം എത്തുന്ന കത്ത്, ഫോൺ, അതൊക്കെയാണ് അല്ലേ മാസ് മീഡിയ. ഇതാണ് കേട്ടോ. ഇൻ അഡീഷൻ ടു ദ അബോവ്, ഐഡിയ ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ത്രൂ ബുക്സ്, മാഗസിൻസ്, ആർട്ട് ഫോംസ്, മൂവീസ് ആൻഡ് സോഷ്യൽ മീഡിയ. എന്താ അവിടെ പറയുന്നത് നോക്കിയേ. മേൽ സൂചിപ്പിച്ചവ കൂടാതെ പുസ്തകങ്ങൾ, മാഗസിനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളുടെ വലിയൊരു വിഭാഗം ആളുകളുമായി എന്താണ് ആശയം കൈമാറാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇന്റർനെറ്റ് ബേസ്ഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇന്റർനെറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് കമ്പ്യൂട്ടേഴ്സ് ആൾ over the world. We get various types of information with the help of the internet. Below are some of the advanced communication systems that are being used with the potential of the internet. എന്താ ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ അല്ലെ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് എന്ത് ഇന്റർനെറ്റ് അല്ലെ, നെറ്റ്വർക്കാണ് അല്ലെ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് എന്ത് ഇന്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നുണ്ട് അല്ലെ. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ എന്താണ് ചുവടെ നൽകുന്നുണ്ട്. നോക്കിയേ, വീഡിയോ കോൺഫറൻസിങ് അല്ലെ. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾ ഇൻ റിമോട്ട് പ്ലേസസ് ക്യാൻ വ്യൂ ആൻഡ് ടോക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഐഡിയാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കമ്പ്യൂട്ടർ അല്ലെ. അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയും അല്ലെ. പിന്നെ ഇ കൊമേഴ്സ്, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് യൂസിങ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഈ കൊമേഴ്സ് അല്ലെ. ഈ ഇമെയിൽ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സെൻഡിങ്, റിസീവിംഗ് ആൻഡ് കളക്ടിങ് മെസ്സേജസ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. എന്താണ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ അല്ലെ. Telemedicine, utilizing the service of expert doctors at a distance with the help of information technology. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ രംഗത്ത് എന്താണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ റിപ്പോർട്ട് ഓൺ ദ ഇമ്പാക്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. എന്താണ് ദൈനംദിന ജീവിതത്തിൽ വിവരസാങ്കേതിക വിദ്യ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്ലേസ് ആൻ important role in shaping the modern society. The rapid growth of communication technology provides an opportunity for the people of the world to get together. This makes the world a global village. We can use transport and communication systems to help friendly gathering and to ഫോസ്റ്റർ ഹ്യൂമൻ വാല്യൂസ്. എന്താണ് ആധുനിക സമൂഹത്തിന്റെ രൂപീകരണത്തിൽ ഈ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ഈ നമുക്ക് വേൾഡ് പീപ്പിളിനെ ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത് അല്ലേ. ഇന്ന് ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുകയാണ് അല്ലേ. ദിസ് ഈസ് എന്താണ് ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രൊവൈഡ് an opportunity for the people of the world to get together. This make the world a global village അല്ലേ. ഗ്ലോബൽ വില്ലേജ് ആക്കുകയാണ് അല്ലേ. സൗഹൃദപരമായ ഒത്തുചേരലും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകരമായ രീതിയിൽ എന്താണ് ഈ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മാപ്പാണുള്ളത് നേരത്തെ കണ്ടത് അല്ലേ. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.